മജ്ലിസ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഹദീസ് 11 മുതൽ 19 വരെയുള്ള MCQ ടൈപ്പിലുള്ള മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയും 1ാം ഭാഗമാണ് ഈ വീഡിയോ. ഒന്ന്, ഖദ്ഫ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ചീത്ത പറയൽ, സത്യം പറയൽ, യുദ്ധം ചെയ്യൽ, അപവാദം പ്രചരിപ്പിക്കൽ. ഉത്തരം ഡി, അപവാദം പ്രചരിപ്പിക്കൽ. ഖദ്ഫിൻ്റെ അർത്ഥമാണ് അപവാദം പ്രചരിപ്പിക്കൽ. 2, താഴെ പറയുന്നവയിൽ ശിർക്കിനോട് യോജിക്കുന്നത് ഏത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ശിർക്ക്. അള്ളാഹുവിൻ്റെ സത്തയിൽ മാത്രം പങ്കു ചേർക്കലാണ് ശിർക്ക്. അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരത്തിലോ പങ്കു ചേർക്കലാണ് ശിർക്ക്. അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കലാണ് ശിർക്ക്. ഉത്തരം അള്ളാഹുവിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ അധികാരത്തിലോ പങ്കു ചേർക്കലാണ് ശിർക്ക്. 3, വതവല്ലി യൗമസ്സഹഫ് എന്നതിൻ്റെ അർത്ഥത്തിൽ പെട്ടതാണ് യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ, മാരണം ചെയ്യുന്നത് അതിക്രമമാണ്, അള്ളാഹു പവിത്രമാക്കിയ ദേഹത്തെ വധിക്കൽ, അപവാദം പ്രചരിപ്പിക്കൽ. ഉത്തരം എ, യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടൽ. 4, മാരണക്രിയ, ആഭിചാരം എന്നീ അർത്ഥങ്ങളുള്ള പദമാണ് ശിർക്ക്, സിഹ്ർ, സഹ്വ്, സഹഫ്. ഉത്തരം ബി, സിഹ്ർ. മാരണക്രിയ, ആഭിചാരം എന്നീ അർത്ഥങ്ങളുള്ള പദമാണ് സിഹ്ർ. 5, അധ്വാനിക്കാതെ എളുപ്പത്തിൽ പണം നേടാനുള്ള പ്രവൃത്തിയാണ് കച്ചവടം, പലിശ, വ്യവസായങ്ങൾ, ഓഫീസ് ജോലികൾ. ഉത്തരം ബി, പലിശ. അധ്വാനിക്കാതെ എളുപ്പത്തിൽ പണം നേടുന്ന പ്രവൃത്തിയാണ് പലിശ. 6, അപവാദ പ്രചരണത്തിന് ഇരയായ പ്രവാചക പത്നി ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹയാണ് അപവാദത്തിന് ഇരയായത്. 7, ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ ഏത്? തിന്മകൾ തടയാൻ സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കലാണ്, തിന്മ നാവ് കൊണ്ട് തടയലാണ്, തിന്മ കൈകൊണ്ട് തടയലാണ്, തിന്മ ചെയ്യുന്നവനെ ഉപദേശിച്ച് മാറ്റലാണ്. ഉത്തരം തിന്മകൾ തടയാൻ സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കലാണ് ഏറ്റവും ദുർബലമായ അവസ്ഥ. മുൻകർ എന്നതിനോട് യോജിക്കുന്നത് ദുർബലമായ, തടയുക, തിന്മ, ഹൃദയം. ഉത്തരം സി, തിന്മ. മുൻകറിൻ്റെ അർത്ഥമാണ് തിന്മ എന്നുള്ളത്. 9, നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ദാനത്തെക്കാളും ഉന്നത പദവി ലഭിക്കുന്ന കാര്യം എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കച്ചവടം നടത്തൽ, തൊഴിലെടുക്കൽ, പരസ്പര ബന്ധങ്ങൾ നന്നാക്കൽ, ദിക്റുകൾ ചൊല്ലൽ. ഉത്തരം പരസ്പര ബന്ധങ്ങൾ നന്നാക്കലാണ് ഉത്തമമായ കാര്യവുമായി പ്രവാചകൻ പഠിപ്പിച്ചത്. 10, ഇസ്ലാമിക സമൂഹത്തിലെ നേതാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുന്ന സംവിധാനമാണ് ഇഹ്സാൻ, ഇത്തിബാ, ശൂറ, ഇത്വാഅത്ത്. ഉത്തരം സി, ശൂറ. കൂടിയാലോചനക്ക് ശൂറ എന്നാണ് പറയുക. 11, ശൂറ എന്ന പദത്തിൻ്റെ അർത്ഥം കൂടിയാലോചന, സംഘം, സത്യവിശ്വാസികൾ, നേതാവ്.
ഉത്തരം എ കൂടിയാലോചന. ശൂറ എന്നതിൻ്റെ അർത്ഥമാണ് കൂടിയാലോചന. 12 നമസ്കാരത്തിന് ഇമാമായി നിൽക്കാൻ കൂടുതൽ അർഹതയുള്ളത് സമ്പന്നർ, അറബികൾ, ഖുർആൻ കൂടുതൽ അറിയുന്നവർ, അനറബികൾ. ഉത്തരം സി ഖുർആൻ കൂടുതൽ അറിയുന്നവരാണ് ഇമാമായി നിൽക്കാൻ കൂടുതൽ അർഹതയുള്ളത്. 13 മൻ നഫസ അൻ മുഅ്മിനിൻ എന്നതിനോട് യോജിക്കുന്നത് ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ, വദാലിക അൽഅഫുൽ ഈമാൻ, ഫഇൻ ലം യസ്തതി ഫബി ഖൽബിഹി. ഉത്തരം എ ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. 14 ഒരാളുടെ ഇഹലോകത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അകറ്റിയാൽ അയാൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. റയ്യാൻ കവാടത്തിലൂടെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇഹലോകത്ത് സാമ്പത്തികാഭിവൃദ്ധി ലഭിക്കും. അന്ത്യദിനത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അവനിൽ നിന്ന് അള്ളാഹു അകറ്റും. ഫിർദൗസിൽ പ്രത്യേക സ്ഥാനം ലഭിക്കും. ഉത്തരം അന്ത്യദിനത്തിലെ ദുഃഖങ്ങളിൽ ഒന്ന് അവനിൽ നിന്ന് അള്ളാഹു അകറ്റും. 15 വഴിയുടെ അവകാശങ്ങളിൽ പെടാത്തത് ഖുർആൻ ഓതുക, സ്ഥലമടക്കുക, കണ്ണുകൾ താഴ്ത്തുക, ഉപദ്രവം നീക്കുക. ഖുർആൻ ഓതുക എന്നുള്ളത് വഴിയുടെ അവകാശത്തിൽ പെടാത്തതാണ്. 16 ഓല്ലുൽ ബസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശല്യം ഒഴിവാക്കുക, കണ്ണ് താഴ്ത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. ഉത്തരം ബി കണ്ണ് താഴ്ത്തുക എന്നതാണ് ഓല്ലുൽ ബസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 17 സദസ് എന്ന വാക്കിന് അറബിയിൽ പറയുന്ന പേരാണ് മജ്ലിസ്, മഖ്ലദ്, മുജ്തമ, മുസ്തമിയ. ഉത്തരം എ മജ്ലിസ് എന്നതിൻ്റെ അർത്ഥമാണ് സദസ്. 18 ഇയ്യാക്കും വൽ ജുലൂസ ഫിത്തുറുഖാത്ത് എന്ന ഹദീസ് വാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പള്ളി പരിപാലനം, വഴിയോരങ്ങളിൽ ഇരിക്കൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, നാവിനെ നിയന്ത്രിക്കൽ. ഉത്തരം ബി വഴിയോരങ്ങളിൽ ഇരിക്കൽ എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസ് വാക്യം. 19 പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും ആഹാരം നൽകും. ഈ ഹദീസ് വാക്യം എന്തിനെ സൂചിപ്പിക്കുന്നു? ഖിദ്മത്ത്, ഇബാദത്ത്, തദബ്ബുർ, തവക്കുൽ. ഉത്തരം ഡി തവക്കുൽ, ഭരമേൽപ്പിക്കൽ എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 20 ആഹാരം നൽകി എന്നതിനെ സൂചിപ്പിക്കുന്നത് ഖസമ, റസഖ, തഹദ്ദസ, തഅദ്ദു. ഉത്തരം ബി റസഖ. റസഖ എന്നതാണ് ആഹാരം നൽകി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 21 തഹുദ്ദു ഹിമാസൻ വതറൂഹു പിത്വാന. അർത്ഥമെന്ത്? നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു, ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു. നിറഞ്ഞ വയറുമായി പുറപ്പെടുന്നു, ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു, ഒട്ടിയ വയറുമായി തിരിച്ചു വരുന്നു. ഉത്തരം സി ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. 22 റിളുവാൻ എന്നതിൻ്റെ അർത്ഥമെന്ത്? തൃപ്തി, കോപം, സംസാരം, സ്ഥാനങ്ങൾ. ഉത്തരം എ തൃപ്തി. റിളുവാൻ എന്നതിൻ്റെ അർത്ഥമാണ് തൃപ്തി.
23. വിചാരണ വേളയിൽ അള്ളാഹുവിനോട് പറയാൻ ഒരു ഉത്തരം കണ്ടുവെക്കാതെ ഞാനൊരു വാക്കും പറയില്ല. ആരുടെ വാക്കുകളാണിത്? ഹസൻ ബസരി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി, ഹാത്തിമുൽ അസമ്മ. ഉത്തരം ഡി, ഹാത്തിമുൽ അസമ്മ. 24. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെപ്പോലെ തുരുതുര സംസാരിക്കുന്ന ആളായിരുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു. ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളാണിത്. 25. ബുദ്ധിശാലിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന് പിറകിലായിരിക്കും. ആരാണ് ഇത് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹു, ഹസൻ ബസരി, ഹാത്തിമുൽ അസമ്മ. ഉത്തരം സി, ഹസനുൽ ബസരിയുടെ വാക്കുകളാണ് ഇത്. 26. ആഴമേറിയ കൂട്ടുകെട്ടുകളെപ്പോലും തകർത്തെറിയാനും സമൂഹത്തെ കലഹത്തിലേക്ക് നയിക്കാനും കഴിയുന്ന അവയവമാണ് കണ്ണ്, നാവ്, ചെവി, കയ്യ്. തരമ്പി, നാവ്. നാവാണ് ബന്ധങ്ങളെ തകർത്തെറിയുന്ന അവയവം.